നമസ്കാരം, എല്ലാവർക്കും ET മലയാളത്തിലേക്ക് സ്വാഗതം. ഒരു ചായ കുടിച്ചുകൊണ്ട് സിബിൽ സ്കോർ കൂട്ടാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സംഗതി സത്യമാണ്. 2026 നമ്മൾ നിൽക്കുമ്പോൾ സാമ്പത്തിക ഇടപാടുകൾ അത്രമേൽ ലളിതമായിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു ട്വിസ്റ്റ് ഇതിലുണ്ട്. വെറുതെ പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ചായ കുടിച്ചാൽ സ്കോർ കൂടില്ല. അവിടെയാണ് നമ്മൾ ഡിജിറ്റൽ ക്രെഡിറ്റിന്റെ സാധ്യതകൾ ഉപയോഗിക്കേണ്ടത്. എന്താണ് ഈ സിബിൽ സ്കോർ? വിലക്കയറ്റം, അതായത് ഇൻഫ്ലേഷനൊക്കെ കൂടുന്ന ഈ കാലത്ത് ഒരു അത്യാവശ്യം വന്നാൽ ബാങ്കിനെ സമീപിക്കുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്ന ഈ 3 അക്ക നമ്പറാണ്. നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കം അളക്കുന്ന മീറ്റർ. 300 മുതൽ 900 വരെയാണ് ഇതിന്റെ കണക്ക്. സത്യം പറഞ്ഞാൽ 750-ന് മുകളിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കുകളുടെ കണ്ണിൽ ഒരു മാന്യനാണെന്ന് പറയാം. പക്ഷേ നമ്മളുടെ ഇടയിലുള്ള യുവാക്കൾ, പ്രത്യേകിച്ച് ജെൻസീസ്കാർ നേരിടുന്ന പ്രധാന പ്രശ്നം നോ ഹിസ്റ്ററി എന്നതാണ്. ലോൺ എടുത്തിട്ടില്ല, അതുകൊണ്ട് സ്കോറുമില്ല. സ്കോർ ഇല്ലാത്തത് കൊണ്ട് പുതിയ ലോൺ കിട്ടുകയുമില്ല. ഇതൊരു വല്ലാത്ത കുടുക്കാണ്, ശരിയല്ലേ? ഇവിടെയാണ് നമ്മുടെ ചായയും ജ്യൂസും ഒക്കെ ഹീറോയാകുന്നത്. ഇത് നമ്മൾ കടയിൽ പോയി QR കോഡ് സ്കാൻ ചെയ്ത് പണം അടയ്ക്കാറുണ്ട്. മിക്കവാറും അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള പണമായിരിക്കും. എന്നാൽ ഇതിന് പകരം UPI ലിങ്ക് ചെയ്ത റുപേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നോക്കൂ. 10-20 രൂപയുടെ ചായ കുടിക്കുമ്പോൾ പോലും ഈ ക്രെഡിറ്റ് കാർഡ് വഴി പണം അടയ്ക്കാം. സംഗതി നിസ്സാരമല്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ബാങ്കിന്റെ പണം കടമെടുക്കുകയും അത് കൃത്യമായി തിരിച്ചടയ്ക്കുകയും ചെയ്യുന്ന ഒരു ആക്റ്റീവ് ബൊറോവർ ആയി മാറുകയാണ്. മറ്റൊരു വഴിയുണ്ട്, ക്രെഡിറ്റ് ലൈൻ ഓൺ UPI. 2026 ഇത് വളരെ പോപ്പുലറാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണമില്ലെങ്കിലും ബാങ്ക് നിങ്ങൾക്ക് ഒരു നിശ്ചിത തുക ക്രെഡിറ്റ് ആയി നൽകുന്നു. ഒരു ചായ കുടിക്കുമ്പോഴോ ജ്യൂസ് കുടിക്കുമ്പോഴോ ഈ ക്രെഡിറ്റ് ലൈൻ ഉപയോഗിച്ച് പണം അടയ്ക്കാം. മാസം ഇത് കൃത്യമായി തിരിച്ചടയ്ക്കുമ്പോൾ നിങ്ങളുടെ സിബിൽ റിപ്പോർട്ടിൽ ക്രെഡിറ്റ് ഹിസ്റ്ററി തെളിഞ്ഞു വരും. ഇനി റുപേ കാർഡ് എല്ലായിടത്തും സ്വീകരിക്കുമോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. സത്യം പറഞ്ഞാൽ ചെറിയ തട്ടുകടകളിൽ ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള UPI പേയ്മെന്റുകൾക്ക് അവർ മടി കാണിച്ചേക്കാം. വ്യാപാരികൾക്ക് ചെറിയൊരു ചാർജ് വരുന്നത് കൊണ്ടാണത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്രെഡിറ്റ് ലൈൻ അല്ലെങ്കിൽ BNPL ആപ്പുകൾ സഹായിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൺസ്യൂമർ ലോണുകളെ കുറിച്ചാണ്. നിങ്ങൾ ഒരു പുതിയ ഐഫോണോ ഗാഡ്ജറ്റോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് മൊത്തം പണം നൽകി വാങ്ങാതെ ചെറിയൊരു ലോൺ എടുത്ത് വാങ്ങി നോക്കണം. ഇത് നിങ്ങളുടെ സിബിൽ റിപ്പോർട്ടിൽ കൃത്യമായി കാണിക്കും. ഒരു ചെറിയ തുക EMI അടച്ചു തുടങ്ങുന്നത് സിബിൽ സ്കോർ പടുത്തുയർത്താനുള്ള ഏറ്റവും നല്ല വഴിയാണ്. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു റുപേ ക്രെഡിറ്റ് കാർഡ് സംഘടിപ്പിക്കുക എന്നതാണ്. സാലറി ഇല്ലാത്തവർക്ക് FD ഇട്ട് സെക്യൂർഡ് കാർഡ് എടുക്കാം. രണ്ടാമത്തെ കാര്യം, ഈ കാർഡ് UPIയുമായി ലിങ്ക് ചെയ്യുക. ചെറിയ ചെലവുകൾക്ക് ഇത് മാത്രം ഉപയോഗിക്കുക. പക്ഷേ ഒരു അപകടമുണ്ട്. സിബിൽ സ്കോർ കൂട്ടാൻ വേണ്ടി അനാവശ്യമായി ഒരുപാട് ലോണുകൾക്ക് അപേക്ഷിക്കരുത്. ഇതിനെ ഹാഡ് എൻക്വയറി എന്നാണ് പറയുന്നത്. നിങ്ങൾ പണത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുകയാണെന്ന് സിബിൽ ബ്യൂറോ കരുതും. ഫലം സ്കോർ താഴേക്ക് പോകും. മറ്റൊരു പ്രധാന കാര്യം, ക്രെഡിറ്റ് കാർഡ് പരിധി മുഴുവൻ ഉപയോഗിക്കരുത് എന്നതാണ്. 50,000 രൂപ പരിധിയുള്ള കാർഡിൽ നിന്ന് 15,000 രൂപയിൽ താഴെ മാത്രം ഉപയോഗിക്കുന്നതാണ് ബുദ്ധി. ഇതിനെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ എന്ന് വിളിക്കാം. മിതത്വം പാലിക്കുന്നത് സിബിൽ സ്കോർ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ചുരുക്കത്തിൽ സാമ്പത്തിക അച്ചടക്കം എന്നത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, മറിച്ച് ചെറിയ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നതിലാണ്. ഇന്ന് നിങ്ങൾ കൃത്യസമയത്ത് അയക്കുന്ന ഒരു ചായയുടെ പണം നാളെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകും. അതുകൊണ്ട് തന്നെ ഈ കൊച്ചു മാറ്റങ്ങൾ ഇന്ന് തന്നെ തുടങ്ങുക. നിങ്ങളുടെ സിബിൽ റിപ്പോർട്ട് ഇടയ്ക്കിടെ പരിശോധിക്കാനും മറക്കരുത്. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ഉടൻ നടപടിയെടുക്കാം. ഈ കാര്യങ്ങൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ വെക്കാം, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വിദഗ്ധനോട് കൂടുതൽ ചോദിച്ചറിയാം. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു SEBI രജിസ്ട്രേഡ് അഡ്വൈസറുമായി സംസാരിക്കുക.